സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവരവിടെ കയറിയത്. തോട്ട് നമുക്കുണ്ടാവും. വരുന്ന ടൈമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സാക്രിഫൈസ് ചെയ്യുന്ന പലതും നഷ്ടപ്പെട്ടാലും നമുക്ക് പലതും നേടിയെടുക്കാൻ പറ്റും. സാധനം പിടിക്കാനായിട്ട് നമുക്ക് ഭയങ്കര വാശി ഉണ്ടാകുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഒരു കൂമ്പാരം കണ്ട് ഒരു സക്സസിലോട്ട് എത്താന്ന് പറയുന്ന വലിയൊരു കാര്യം. എൻ്റെ പേര് ഭീമ, നാട്ടിൽ കോട്ടയത്താണ്. MG യൂണിവേഴ്സിറ്റിയിൽ MSc ഫിസിക്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ 2022 ജാൻ ഇൻടേക്കിൽ UK വരുന്നത്. പഠിക്കാൻ വന്നത് MSc ഓട്ടോമേഷൻ കൺട്രോൾ ആൻഡ് റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് ആണ്, മാസ്റ്റേഴ്സും. നമ്മുടെ കോഴ്സിന് റിലേറ്റ് ചെയ്ത കോഴ്സ് തന്നെയല്ലേ? സത്യം പറഞ്ഞാൽ എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്ന റോബോട്ടിക്സ് ബേസ് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ അപ്പോഴാണ് എനിക്ക് റോബോട്ടിക്സ് അത്യാവശ്യം നല്ലൊരു വാസ്റ്റ് ഫീൽഡാണ്, ഇപ്പം ബൂമിംഗ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നൊക്കെ മനസ്സിലായിട്ട് അതിൽ തന്നെ ഒരു കോഴ്സ് എടുത്താൽ കൊള്ളാലോ എന്ന് പറഞ്ഞാണ് സത്യം പറഞ്ഞ് പഠിക്കാന്നുള്ള ഒരൊറ്റ വിചാരത്തിലാണ് നമ്മൾ UK വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കൂടുതലും നമ്മളെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കൊരു ബേസ് ഇല്ല. പല കാര്യങ്ങളിലും കുറേ സ്ട്രഗിൾ ചെയ്തു, കുറേ ചെറിയ ചെറിയ ഷോർട്ട് ടേം കോഴ്സുകൾ എടുത്തു. അങ്ങനെയാണ് 2024 ഞാൻ ഗ്രാജുവേറ്റ് ആവുന്നത്. 24 മെയ്യിൽ ഗ്രാജുവേറ്റ് ആയി. പക്ഷെ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിയൊക്കെ നടന്നത് നവംബറിലാണ്. ഇൻ ബിറ്റ്വീൻ ടൈമിൽ സത്യം പറഞ്ഞ ഇപ്പം അൽഹംദുലില്ലാ ഒരു നല്ലൊരു ജോലി എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സെയിം ഫീൽഡിലെ തന്നെ കൺട്രോൾ സിസ്റ്റം എഞ്ചിനീയർ ആയിട്ടാണ് ഇപ്പം ഞാൻ ജോലിക്ക് കയറിയിരിക്കുന്നത്, ജൂനിയർ പോസ്റ്റിൽ. ഓക്കെ, അപ്പോൾ അത് മാഷാഅല്ലാ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ വളരെയധികം എക്സ്പീരിയൻസ് നാട്ടിലുണ്ട്, പിന്നെന്താണ് ഗൾഫിൽ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ഉണ്ടായിട്ടും പക്ഷേ ഇവിടെ വന്നിട്ടും ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് പാർട്ട് ടൈം മാത്രം ചെയ്ത് ജീവിക്കുന്ന കുറേ പേരുണ്ട്. അതായത് നമ്മുടേതായിട്ട് ഫീൽഡിൽ ഒരു ജോലി കിട്ടണില്ല എന്നും പറഞ്ഞ് സങ്കടം പറയുന്ന കുറേ പേരുണ്ട്. ഞാൻ അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ്. കാര്യം എനിക്ക് നാട്ടിൽ 0 എക്സ്പീരിയൻസ് ആണ്.